ിരിക്കുന്ന മകനെ അടുത്ത് വിളിച്ചിരുത്തുമ്പോൾ ഈ രാമായണ കാലത്ത് പേർത്തും ഓരോ വർഷവും രാമായണം വായിച്ചു കൂട്ടുന്ന അമ്മൂമ്മമാരും അച്ഛന്മാരും അമ്മമാരും ഉണ്ടല്ലോ. അവർ സ്വന്തം മകനെ ഒന്ന് അടുത്ത് വിളിച്ചിരുത്തി, മകനെ ഈ 12 വരിയെങ്കിലും നീ ഒന്ന് വായിക്കുമോ എന്ന് പറഞ്ഞാൽ ഒരു മകനും അച്ഛനെ തല്ലില്ല, ഒരു മകളും അമ്മയെ തല്ലില്ല. പുത്രധർമ്മം എന്ന് പറയുന്ന ആ മഹത്തായ ഭാഗം വായിച്ചിട്ടുള്ള അമ്മൂമ്മമാരുടെ ഉണ്ടാവും, വായിച്ചിട്ടുള്ള അച്ഛന്മാരുണ്ടാവും, വായിച്ചിട്ടുള്ള അമ്മമാരുണ്ടാവും ഇല്ലേ. താതകാര്യം അനാപ്ചപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനൻ ഉത്തമൻ, പിത്രാനിയുക്തനായിട്ട് ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യം എന്നാലെ കർത്തവ്യമല്ലെന്നു വെച്ചടങ്ങുന്നവൻ, പിത്രോർമലമെന്ന് ചൊല്ലുന്നു സജ്ജനം യുദ്ധമെല്ലാം പരിജ്ഞാതം മയാധുന, ആകയാൽ താത നിയോഗം അനുഷ്ഠിപ്പാൻ ആകുലമേതും എനിക്കില്ല നിർണയം. വെറും 12 വരിയുള്ളൂ. ഈ 12 വരിയാണ് ഒരു മകൻ എങ്ങനെയാണ് അച്ഛനോട് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ മക്കൾ എങ്ങനെയാണ് മാതാപിതാക്കളോട് പെരുമാറേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക? മക്കളെ കൊണ്ടുവരത്തില്ല, അവരോടൊരു കാര്യം പറയത്തില്ല. ഇപ്പൊ എന്താ സംഭവിച്ചത്? നെട്ടോട്ട് ഓടുക. എന്താ നെട്ടോട്ട് ഓടുന്നത്? നമ്മുടെ മുമ്പിൽ കണക്കുണ്ട് കേട്ടോ. 1947 ആഗസ്റ്റ് 15 ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നോളജ് ഇൻ ദ ഫിംഗർ ടിപ്പാണ്. നമ്മുടെ കൈകൊണ്ട് നമ്മുടെ മുമ്പിലിരിക്കുന്ന മൗസിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ